ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലൂടെ ആയുർവേദത്തിന്റെ സൈദ്ധാന്തിക തലത്തിലേക്ക് മെല്ലെ ഒന്നെത്തി നോക്കുകയുണ്ടായി. ആയുർവേദ ശാസ്ത്രത്തിന്റെ വൈപുല്യവും ഏതാണ്ട് ചെറുതായി ഒന്ന് എത്തി നോക്കി. എന്നാൽ ആ ശാസ്ത്രത്തെ അതിന്റെ സൈദ്ധാന്തികതയുടെ ആഴങ്ങളിലൂടെ പഠിക്കണമെങ്കിൽ ത്രിദോഷ സിദ്ധാന്തം തുടങ്ങിയ ഒട്ടേറെ അംശങ്ങൾ ഇനിയും നമുക്ക് പഠിച്ചു പോകേണ്ടതുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു, ആയുർവേദം 3 തലങ്ങളോടുകൂടിയതാണ്. ഒരു അളവിൽ ഒന്ന്, ചികിത്സ ആയുർവേദത്തിൽ തിരിയുന്നത് തന്നെ 2 ആയിട്ടാണ്. സാധാരണ വൈദ്യശാസ്ത്രത്തിൽ നിന്ന് വ്യതിരിക്തമായി ആയുർവേദത്തിന് ഇതിൽ വ്യക്തമായൊരു കാഴ്ചപ്പാട് ഉണ്ട്. ഒന്ന്, ചികിത്സാശാസ്ത്രം രോഗം വന്നു കഴിഞ്ഞ് ആ രോഗത്തെക്കുറിച്ച് നടത്തിയ പഠനങ്ങളുടെയും ആതുരനിൽ വരുന്ന മാറ്റങ്ങളുടെയും അയാൾക്ക് കൊടുക്കേണ്ട ഔഷധങ്ങളുടെയും ഔഷധങ്ങൾ അയാളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുടെയും ഒക്കെ പഠനമാണ് പല വൈദ്യശാസ്ത്ര ശാഖകൾ നടത്തിയിട്ടുള്ളത്. എന്നാൽ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം രോഗമുണ്ടായിക്കഴിഞ്ഞ് ആതുരനിൽ നടത്തുന്ന പഠനത്തെക്കാൾ രോഗമില്ലാത്തവൻ എങ്ങനെ ജീവിക്കണം, രോഗമില്ലാതിരിക്കാൻ എന്തു ചെയ്യണം, ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. രോഗനിരോധനത്തിനുള്ള മാർഗങ്ങളെപ്പറ്റി ആധുനിക വൈദ്യശാസ്ത്രവും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സാമൂഹികമായും വൈയക്തികമായും രോഗമുണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യണം? ഇത് പറയുമ്പോഴും അല്പം ചരിത്രം ഓർമ്മിപ്പിച്ച് കടന്നു പോകാമെന്ന് വിചാരിക്കുകയാണ്. 1950 പരിശോധിച്ചാൽ, ഞാൻ നേരത്തെയും പറഞ്ഞു ചില കാര്യങ്ങൾ, അതിന്റെ ബാക്കി പത്രം എന്നോണം 1950 പരിശോധിച്ചാൽ അന്ന് നിലനിന്ന ഭാരതത്തിലെ കേരളത്തിലെയൊക്കെ വൈദ്യസമ്പ്രദായം ഇന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല. തൊടുപുഴയൊക്കെ അത്യപൂർവം RMPയും LMPയും ഒക്കെയുള്ള ഡോക്ടർമാരന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു 50കളുടെ ആരംഭത്തിൽ. അന്ന് നമ്മുടെ മെഡിക്കൽ കോളേജുകളൊന്നും ഇങ്ങനെ രംഗത്ത് വന്നിരുന്നില്ല. ഇത്ര വിപുലമായ തോതിൽ ആശുപത്രികളൊന്നില്ല. MBBSും MDയും MRCPയും DM ഒന്നുമുള്ള ആളുകളൊന്നില്ല. അന്ന് സാധാരണ
രോഗങ്ങളൊക്കെ വന്നാല് ആയുർവേദം തന്നെയോ ഒരുപക്ഷെ ഹോമിയോപ്പതിയോ ഇന്ന് കാണുന്ന ആധുനിക വൈദ്യശാസ്ത്രമോ ജനങ്ങൾ അവയെ സമീപിച്ചിരുന്നില്ല. ഒട്ടുമുക്കാലും രോഗങ്ങള് വീട്ടിൽ തന്നെ ഒരുമാതിരി അമ്മമാരുടെ കൈങ്കര്യം കൊണ്ട് മാറിപ്പോയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് വിശ്വാസയോഗ്യമാണെന്ന് ഓർമ്മയുള്ളവര് കുറച്ചുപേരെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നു. ശരിയല്ല? ഒരു 60-70 വയസ്സുള്ളവർ ഓർത്താല് കുട്ടികൾക്കുണ്ടാകുന്ന ഒട്ടനേകം രോഗങ്ങളും മുതിർന്നുണ്ടാകുന്ന രോഗങ്ങളൊക്കെ വരുമ്പോ വീടിനകത്ത് തന്നെയുള്ളൊരു ഗൃഹചികിത്സ എന്ന് പറയുന്നതാണ് അതിന്റെ ശരി. അതുകൊണ്ടൊക്കെ തന്നെ അങ്ങ് മാറിപ്പോവാണ് പതിവ്. ആ രോഗം വളരാനും അനുവദിക്കാറില്ല. ചിലത് ആഹാര നിയന്ത്രണം കൊണ്ട്, അന്നൊക്കെ പനിയോ ചുമയോ ജലദോഷമോ ഒക്കെ ഉണ്ടായാൽ അതിന് മരുന്നായിട്ട് തന്നെ അങ്ങനെയൊന്നും കഴിക്കാറുണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. ഒരു പൊടിയരി കഞ്ഞിയോ പപ്പടം ചുട്ടതോ ഒക്കെ കൊടുത്ത് സാരമൊന്നുമില്ല എന്ന് പറഞ്ഞ് പുറത്തമ്മ തല്ലി 2 ദിവസം അമ്മ കൂടെയൊക്കെ ഇരുന്ന് കഴിയുമ്പോ സാധാരണ രോഗമൊക്കെ അങ്ങ് പമ്പ കിടക്കുമായിരുന്നു. അമ്മയെ പേടിച്ചിട്ടാണോ, പരിചരണത്തിന്റെ പ്രത്യേകത കൊണ്ടാണോ, ഉപവാസത്തിന്റെ മിടുക്കുകൊണ്ടാണോ എന്നൊന്നും വ്യക്തമായി പറയാനാവാത്ത വിധത്തില് മിക്കവാറും അവിടെ കൊണ്ടത് കഴിയുമായിരുന്നു. ഓർമ്മയില്ല? 60 വയസ്സുള്ളവരില്ലേ എന്നെ കേൾക്കുന്നവര്? ശരിയല്ലേ? പിന്നെ ചെവിവേദനയോ ചെവിപ്പഴുപ്പോ ഒക്കെ വന്നാല് വലിയ മുളകൊക്കെ എടുത്താണെങ്കിൽ പോലും അതിന്റെ അരി കളഞ്ഞതിൽ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി കനലിൽ ചൂടാക്കി ചെവിയിൽ ഒഴിക്കുമായിരുന്നു. വേദന അങ്ങ് പോവും. 2 കൂവളത്തില എണ്ണയിലിട്ട് മൂപ്പിച്ച് അതൊഴിക്കുമ്പോഴും പോവാറുണ്ട്. കാലം മാറി, ചികിത്സാ സമ്പ്രദായങ്ങൾ പലതും വളർന്നു. ഇന്ന് ഒട്ടേറെ വികാസം ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് ആ വികാസത്തിന്റെ ഇടയ്ക്കൊരു വാക്ക് വന്നു, ലോവർ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഹയർ മോർബിഡിറ്റി റേറ്റ്. ഇങ്ങനെയാണ് ആരോഗ്യശാസ്ത്ര രംഗത്തുള്ളവർ ഒരു 3 ദശകങ്ങൾക്ക് മുമ്പ് ഈ വികാസത്തെ പറ്റി പറഞ്ഞത്. അവരുടെ ഭാഷ അതേപടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അർത്ഥം ഞാൻ പറയുന്നത് പോലെയാണോ പൂർണ്ണമായി എന്ന് എനിക്കറിയില്ല, കാരണം ഇംഗ്ലീഷ് ആയി പോയോണ്ട്. അവർ വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വികാസ പരിണാമങ്ങൾ കൊണ്ട് നമുക്ക് ഒട്ടേറെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ലോവർ മോർട്ടാലിറ്റി റേറ്റ്. മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ട്. 1950 മുതൽ 60 വരെ, അഥവാ 50 മുതൽ 80 വരെ ഒക്കെ സ്ഥിതിവിവര കണക്കുകൾ അതിനു മുമ്പുള്ള മരണനിരക്കിൻ്റെതില്ലാതിരിക്കെ വ്യക്തമായ പൂർവകാല അടിസ്ഥാനത്തിലുള്ള സ്ഥിതിവിവര കണക്കുകൾ മരണത്തോട് ബന്ധപ്പെട്ട് ഇല്ലാതിരിക്കെ ഉള്ള നിരക്കിൽ നിന്ന് മരണനിരക്ക് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഗവൺമെന്റുകളും
സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും വൈദ്യശാസ്ത്ര രംഗത്തുള്ള വിചക്ഷണന്മാരുമൊക്കെ പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയുമൊക്കെ കൊട്ടിഘോഷിക്കുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അതിന്റെ രണ്ടാം ഭാഗം അവർ പതുക്കെയാ പറഞ്ഞേ. അച്ചോ, ഈ മത്തായി ഒരു കയറ് കട്ടു എന്നുറക്കെ പറയുമ്പോ അറ്റത്തെ കാളയുടെ കാര്യം പതുക്കെ പറയുക എന്ന് പറയുന്ന ഒരു കുമ്പസാര രഹസ്യം പോലെ അവർ പതുക്കെ പറഞ്ഞതാണ് രണ്ടാമത്തെ പദം. ലോവർ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഹയർ പദം ഞാൻ മറന്നുപോയി. മോർബിഡിറ്റി റേറ്റ്. മോർബിഡിറ്റി എന്ന് പറഞ്ഞാല് രോഗാതുരന്മാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. മരണനിരക്ക് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആതുരന്മാരുടെ എണ്ണം കൂട്ടാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സാമൂഹ്യ ഉന്നതിയെയാണ് കണക്കാക്കുന്നതെങ്കിൽ മരണനിരക്ക് കൂടിയാലും ആതുരന്മാരുടെ എണ്ണം ഞാൻ എങ്ങനെയാ പൂരിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ നിർത്തുന്നത്. ആതുരന്മാരുടെ എണ്ണം കുറയുകയാണ് വേണ്ടത്. കാരണം മരണം ശാശ്വതമായൊരു സത്യമാണല്ലോ. അതിനെ നീട്ടിവെക്കാനുള്ള, അതിനെ 10, 50, 100 ദിവസത്തേക്ക് നീട്ടിവെക്കാനുള്ള ഒരു വിധി എഴുതി വാങ്ങിക്കുന്നതിലൂടെ ഒരു ശാസ്ത്രം വികസിക്കുകയല്ല, മറിച്ച് ആ ശാസ്ത്രം ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് ഞാൻ എങ്ങനെയാ പൂരിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വിടുക. നിങ്ങൾക്ക് വിടുകയാണ്. ഒരുവന്റെ മരണം അവൻ പിടഞ്ഞും വേദനിച്ചും മരിക്കുവാനിടയാക്കുമാറാ മരണത്തെ ആതുരനായി തന്നെ തുടരാൻ പാകത്തിന് അവന്റെ മരണത്തെ കുറെ നാളത്തേക്ക് നീട്ടുന്നതുകൊണ്ട് ശാസ്ത്രം വികസിച്ചു എന്ന് പറയുമ്പോൾ ആ വേദനിക്കുന്നവനിലൂടെയും അവന്റെ പിടച്ചിലും വേദനയിലൂടെയും പരിചരിക്കുന്നവന്റെ എല്ലാം ഉള്ളിലേക്ക് രോഗാതുരതയുടെ സന്നിവേശമുണ്ടാവുകയും വളരെ ഭംഗിയായി സ്നേഹത്തോടെ വികാരോജ്വലമായി കുറച്ചു നാൾ ഓർമ്മിക്കും വിധം ആ ബന്ധങ്ങളെ, പാരസ്പര്യങ്ങളെ, കണ്ണികളെ യോജിപ്പിക്കും വിധം പിരിഞ്ഞുപോകാൻ ഇടവരാതെ ഇതിനിയും പിരിയുന്നില്ലല്ലോ എന്ന് കൂടെയിരിക്കുന്നവരെ കൊണ്ട് പറയിച്ചു പിരിയിക്കുന്നതിനേക്കാൾ നന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലെന്നോർത്താ ഞാൻ നിർത്തുന്നത്. ഒന്നുകിൽ ആരോഗ്യം, അല്ലെങ്കിൽ ഈ ശരീരം നേരത്തെ വലിച്ചെറിഞ്ഞ് ആരോഗ്യമുള്ള മറ്റൊരു ശരീരത്തിനുള്ള തയ്യാറെടുക്കൽ. ജനിതക കോശങ്ങൾ ഇനിയും ശരീരങ്ങളുടെ ലോകത്ത് വിഷമം കൂടാതെ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നിരിക്കെ, ഈ ജനിതകത്തിന് ഇനിയും ജനിമരണങ്ങൾ ഉണ്ടെന്നിരിക്കെ, താൽക്കാലികമായി ജീർണിച്ച ശരീരത്തെ എത്ര നാൾ തള്ളിക്കൊണ്ടുപോകുന്നു എന്നതിലൂടെ ശാസ്ത്രത്തിന്റെ വലിപ്പം ഘോഷിക്കുന്നതിനേക്കാൾ നന്ന് തിരിച്ചാണെന്ന് ഞാൻ പറഞ്ഞാൽ ഉൾക്കൊള്ളാറായോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് കയറി പറയരുത്, ബാക്കിയുള്ളവരൊക്കെ അത് ശരിയാന്ന് പറയും.
ശരിയല്ലെന്ന് അഭിപ്രായമുള്ളവരൊക്കെ കാണും. കുറെ കാലം രോഗിയെ പരിചരിച്ച് ഈ വയ്യാവേലി ചാകുന്നില്ലല്ലോ എന്ന് പറയിപ്പിച്ച് മറിച്ച് രോഗം ഉണ്ടായാൽ അത് മാറണം വേഗം. രോഗം വരാതിരിക്കണം, ഉണ്ടായാൽ അത് വേഗം മാറണം. അപ്പൊ ആദ്യത്തെ ഒരു ക്ലോസ് നമ്മൾ നേടിയെന്ന് അവകാശപ്പെടുമ്പോൾ രണ്ടാമത്തതിൽ വളരെ അപകടകരമായ ഒന്നുണ്ട്. ഈ വാക്ക് എന്റെ അല്ല, അവരുടെയാണ്. ഇനി ആദ്യത്തെ വാചകം അബദ്ധ പഞ്ചാംഗവും കൂടിയായാലോ? ആയിരത്തി 1970 വരെ കൊട്ടിഘോഷിച്ച താരതമ്യ പഠനത്തിന് മുൻപൊരു സ്ഥിതിവിവരക്കണക്കില്ലാതിരിക്കെ 1950 മുതലെടുത്ത സ്ഥിതിവിവരക്കണക്കുകളുടെ വെളിച്ചത്തിൽ 1990 മുതൽ 2003 വരെയുള്ള സ്ഥിതിവിവരക്കണക്കുകളോട് എടുത്ത ആദ്യത്തെ സ്ഥിതിവിവരക്കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ ശാസ്ത്രത്തിന്റെ ഈ വികാസം കൊണ്ട് വീണ്ടും മോർട്ടാലിറ്റി റേറ്റ് കുറയണ്ടേ? ചോദ്യം മനസ്സിലായില്ല. ഞാൻ ആദ്യം താരതമ്യപ്പെടുത്തിയത് ഇല്ലാത്ത ഒരു സ്ഥിതിവിവരക്കണക്കിനെ സങ്കല്പിച്ച് നടത്തിയ താരതമ്യപ്പെടുത്തലാണ്. ഇന്നതിന്റെ ആവശ്യമില്ല. 1950 മുതലുള്ള സ്ഥിതിവിവരക്കണക്കുകൾ ജനസംഖ്യാനുപാതികമായി ജനനനിരക്കിന്റെയും മരണനിരക്കിന്റെയും ചിത്രം ഏതാണ്ട് രാജ്യത്തെ ജനനമരണ രജിസ്റ്ററുകളിലുണ്ട്. റൈറ്റ്? മുമ്പത്തത് കൃത്യമായില്ല. ഇല്ലാത്തതിനോട് താരതമ്യപ്പെടുത്തി നടത്തിയ അവകാശവാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ളതിനോടുള്ളത് താരതമ്യപ്പെടുത്തിയാൽ 1960 മുതൽ 70 വരെ അല്ലയോ 80 വരെയുള്ള ആ സ്ഥിതിവിവരക്കണക്കുകളോട് അതിനുശേഷം ഇന്നുവരെയുള്ള സ്ഥിതിവിവരക്കണക്കുകൾ താരതമ്യപ്പെടുത്തുമ്പോൾ ശാസ്ത്രകാരൻ അത്ഭുതപരതന്ത്രനായി നിൽക്കുകയാണ്. ലോവർ മോർട്ടാലിറ്റി റേറ്റ് ഒരു മരുമരീചിക പോലെ മുമ്പിൽപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് മോർട്ടാലിറ്റി റേറ്റ് മരണനിരക്ക് ഇന്ന് 60കളിലെയും 70കളിലെയും കാൾ ഇപ്പോഴത്തെ മരണനിരക്ക് 70കളിലെ 80കളിലെയും കാൾ കുറവാണ്. കൂടുകയാണ്. മോർബിഡിറ്റി റേറ്റ് വളരെ കൂടി, മോർട്ടാലിറ്റി റേറ്റും കൂടി. വളരെ അടുത്ത കാലത്ത് ഇത് വളരെ ഭയാനകമാം വിധം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് നിൽക്കുന്നത്. മാത്രവുമല്ല 1950കളിലെ അനാരോഗ്യവാനാണെന്ന് അറിയാതെ സന്തോഷത്തോടെ മരിച്ചവന്റെ സ്ഥാനത്ത് താൻ രോഗിയാണെന്ന് ബോധ്യപ്പെട്ട് ദുഃഖിച്ചു മരിക്കുന്നവന്റെ എണ്ണം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് വിചാരിച്ചാൽ ഞാൻ നിർത്തുന്നത്. എണ്ണം കൂടുതലാണ്, വളരെ കൂടുതലാണ്. ഇവിടെ പ്രകടമായ ഒരു ശങ്കയുണ്ട്. ശാസ്ത്രം അതിന്റെ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ചികിത്സയാകട്ടെ, ഊർജതന്ത്രമാകട്ടെ, രസതന്ത്രമാകട്ടെ, ഒന്ന് ശാസ്ത്രമാകുന്നത് റിപ്രൊഡ്യൂസബിലിറ്റി കൊണ്ടാണ്. സയൻസ് ഈസ് ദി സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് എന്നും
സയൻസ് ഈസ് ദാറ്റ് വിച്ച് ക്യാൻ ബി റീപ്രൊഡ്യൂസബിൾ എന്നും ഒക്കെ സയൻസിന്റെ അപ്പസ്തോലന്മാർ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ നിർവചനത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ഒന്നുകൂടെ നോക്കുന്നത് രസകരമാണ്. വൈദ്യശാസ്ത്രത്തെ അങ്ങനെ നോക്കിക്കാണുമ്പോൾ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ പ്രത്യേക സങ്കല്പനങ്ങളിൽ, സങ്കല്പനം ഡേറ്റ സെയിം ഡേറ്റ എടുത്തുവെച്ച് പഠനം നടത്തുമ്പോൾ ഒരിക്കൽ ശരിയായത് വീണ്ടും ശരിയാവുക, ഒന്നിന് ശരിയായത് അനേകത്തിന് ശരിയാകുക, ഇതിനാണ് റിപ്രൊഡ്യൂസബിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ എന്നറിയില്ല. വൈദ്യശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രോഗലക്ഷണമുള്ള രോഗിക്ക് ഒരു ഔഷധം കൊടുത്ത് രോഗം മാറിയാൽ അതേ ലക്ഷണങ്ങളുള്ള മറ്റൊരു രോഗിക്ക് കൊടുക്കുമ്പോൾ ആ രോഗം മാറുന്നു എങ്കിൽ മാത്രമേ ആ ഔഷധം ശാസ്ത്രത്തിന്റെ നിർവചനത്തിൽ പെടുന്നുള്ളൂ. ഇത്രയും മനസ്സിലായി? റീപ്രൊഡ്യൂസ് ചെയ്യാവുന്നത്. ഒരു കാലത്ത് കൊടുത്ത ഔഷധം മറ്റൊരു കാലത്ത് മറ്റൊരു ദേശത്ത് അതേ രോഗത്തിന് അതേ വർഗത്തിന് കൊടുക്കുമ്പോൾ, ജന്തുജാലങ്ങൾക്ക് മൊത്തം കൊടുക്കുമ്പോൾ, ഗിനിപ്പന്നിയിലും വെള്ളലിയിലും ഒക്കെ പരീക്ഷിച്ച് ഫലപ്രദമാണെന്ന് കണ്ടത് റീപ്രൊഡ്യൂസബിൾ ആണ് എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യനിൽ പരീക്ഷിക്കുന്നത്. മനസ്സിലാവുമെന്നറിയില്ല. പക്ഷെ ശാസ്ത്രത്തിന്റെ ഈ നിർവചനത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഔഷധങ്ങൾ പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് രസാവഹമാണ്. 1950-60കളിൽ പ്രവർത്തനക്ഷമങ്ങളായിരുന്ന ഔഷധങ്ങളിൽ പലതും അതേ മനുഷ്യവർഗത്തിന് അതേ രോഗങ്ങൾക്ക് ഇന്ന് കൊടുത്താൽ അങ്ങനെ നിർത്തിയാൽ മതിയോ? അപ്പോൾ ശാസ്ത്രത്തിന്റെ നിർവചനമനുസരിച്ച് തന്നെ ഇവ റീപ്രൊഡ്യൂസബിൾ അല്ല. ഞാൻ പറഞ്ഞൊക്കെ ഞാൻ നിർത്തുന്നത് ആർക്ക് ഏത് തരത്തിലും അതിനോട് സംവദിക്കാമെന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഒരു വിഷമവും വേണ്ട. ശാസ്ത്രത്തിന് അവരിട്ട നിർവചനത്തിന്റെ അതിർവരമ്പിനകത്ത് നിന്ന് മാത്രം ആ ശാസ്ത്രത്തെ കാണുകയും അതിന് വെളിയിലുള്ള കുയുക്തികളോ മറ്റു കാര്യങ്ങളോ കൊണ്ട് അതിനെ സമീപിക്കാതിരിക്കുകയും ചെയ്യുക എന്ന ശാസ്ത്രത്തിന്റെ മാന്യമായ നയത്തിൽ നിന്നുകൊണ്ട് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒരു ശാസ്ത്രം അതിന്റെ ആധാരശിലയായി പറഞ്ഞ സങ്കല്പങ്ങളെ വെച്ചുകൊണ്ട് അതിലെ കാര്യങ്ങളെ അപഗ്രഥിക്കുമ്പോൾ ആദ്യം പറഞ്ഞ അടിസ്ഥാനപരങ്ങളായ സങ്കല്പങ്ങൾ അവ പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറയുകയാണ് ചെയ്തതും. നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് മാത്രം നിങ്ങളിനി നോക്കേണ്ടതേ ഉള്ളൂ. അന്നുപയോഗിച്ച ഔഷധങ്ങൾ ഇന്നുപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, രോഗി മരിച്ചുപോവുകയും ചെയ്യുമെന്നാ പറഞ്ഞു. കുറഞ്ഞപക്ഷം കണ്ടമാനമുള്ള സൈഡ് എഫക്റ്റ് എങ്കിലും ഉണ്ടാവും.
ഇതിന് ചരിത്രപരമായൊരു പശ്ചാത്തലം കൂടി പഠിക്കുമ്പോ അല്പം കൂടെ രസമുണ്ട്. പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. ഇനിയുള്ളത് അപകടകരമാണ്. അതിൽ ഞാൻ വല്ല കുയുക്തിയും ചെലുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കുകയും വേണം. അത് ഞാൻ വളരെ അപകടകരമായൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപകടമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയണല്ലോ. വളരെ വളരെ അപകടകരമായ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചതിനെ ബോധപൂർവം എന്ന നിലയിൽ ആദ്യം ഒന്ന് അപഗ്രഥിക്കാൻ ശ്രമിക്കുകയാണ്. ബോധപൂർവമായിരിക്കില്ല, എങ്കിലും അതിന്റെ ആഴം നിങ്ങളുടെ ഉള്ളിൽ തട്ടുവാൻ പ്രായത്തിന് ബോധപൂർവം എന്ന് പറഞ്ഞ് തന്നെ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. വളരെ അപകടകരമായ, 1950 മുമ്പുള്ള കാര്യങ്ങള് കുറച്ചെങ്കിലും അറിയുന്നവരുണ്ടാവും. ഇല്ലെങ്കിൽ അറിയില്ലാത്തവർ വീട്ടിൽ പോയി പ്രായമായവരോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പം ചൂടായി തന്നെ പറയണം, സ്വാമി പറഞ്ഞ കള്ളമാണ്. രണ്ട്, നിങ്ങളുടെ ചരിത്ര പുസ്തകങ്ങളുടെ താളുകളിൽ എഴുതി വച്ചിരിക്കുന്നതിലൂടെ നിങ്ങൾ വായിച്ചു നോക്കിയും മനസ്സിലാക്കണം. ആധുനിക കൃഷിരീതി ആവിർഭവിച്ചിട്ട് ഒരു 3-4 ദശകമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞുകൊള്ളട്ടെ. വാഴയും കപ്പയും ചേനയും മല്ലിയും മുളകും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ മേൽത്തരം വിത്തിനങ്ങളുടെ ആഗമനവും മേൽത്തരം രാസവളങ്ങളും വളരെ ശക്തങ്ങളായ കീടനാശിനികളും ഒക്കെ ഉണ്ടായിട്ടൊരു 40-50 കൊല്ലമേ ആയുള്ളൂ. ഞാൻ അത്രയും മാക്സിമത്തിൽ പറയാ. അപ്പൊ പിന്നെ ഇല്ലെന്ന് ഇങ്ങോട്ട് പറയല്ലോ. ഞാൻ 15 ആയുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കയറി പിടിക്കും. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു 40 ആയിട്ടില്ല, 50 ആയിട്ടില്ല. ഒരു 30 സമ്മതിക്കാം. ഏതാണ്ടൊരു 30 കൊല്ലമേ ആയിട്ടുള്ളൂ. ഓരോന്നും അടുക്കോടെ ഓർത്തിരിക്കണം. ഞാൻ പറയാൻ പോകുന്ന അപകടമായോണ്ടായി പറയുന്നത്. 30 കൊല്ലത്തിനുള്ളിലാണ് വാഴയ്ക്ക്, ഏത്തവാഴയ്ക്ക് നിങ്ങൾ പണ്ടിട്ടിരുന്ന ചാരവും ചാണകവും ഒന്നും പറ്റില്ലെന്നും 20-20 അതുപോലെ തന്നെ പൊട്ടാഷും യൂറിയയും ഒക്കെ പറ്റുള്ളൂ എന്നും വാഴവിത്ത് കുഴിച്ചു വെക്കുമ്പോൾ തന്നെ ഫുരിഡാൻ കുഴിയിലിടണമെന്നും ഓരോ ഇല വരുമ്പോഴും കവിളിലിടണമെന്നും അല്ലേ അല്ലേ ഓരോ ഇല വരുമ്പോഴും കുറേശ്ശെ കവിളിലിടണമെന്നും ആണല്ലേ? എത്തോഴില്ലേ വീട്ടില്? എനിക്ക് രണ്ടിനോടും അഭിപ്രായമില്ല. എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് ഞാൻ കണ്ടിട്ടുള്ള 30 കൊല്ലം മുമ്പുള്ള ഏത്തവാഴയിലെ കൊലയ്ക്ക് അന്ന് ഞാൻ കണ്ടതും 30 കായും 40 കായും 50 കായും 60 കായും വരെയാണ് മാക്സിമം. ആ 60 കായിൽ കൂടുതൽ വല്ലവരും വല്ല പരീക്ഷണത്തിനുമായി ഉൽപ്പാദിപ്പിക്കുന്ന 1 കൊലയിലോ 2 കൊലയിലോ കാണുന്നതല്ലാതെ ഈ ചന്തയിൽ കൊണ്ടിരുന്ന കൊലയിലൊന്നും അന്നത്തേക്കാൾ വലിയ കായും അന്നത്തേക്കാൾ കൂടുതൽ എണ്ണവും ഞാനിതുവരെ കണ്ടില്ല. എന്റെ കണ്ണിന്റെ തകരാറാണോ, കൊലയുടെ തകരാറാണോ, കൊലച്ച വാഴയുടെ തകരാറാണോ, കൊല വെട്ടിയവന്റെ തകരാറാണോ എനിക്കറിയില്ല.